എന്തുണ്ടാക്കണാവേ എന്തുട്ടത് എന്താണ് ജമുന പ്യാരി? എന്താണ് ജമുന പ്യാരി? എല്ലാരും ചോദിക്കാറുണ്ട് എന്താണ് ജമുന പ്യാരി, അല്ലെങ്കിൽ ആരാണ് ജമുന പ്യാരി എന്നുള്ളത്. ജമുന പ്യാരി എന്തുണ്ടാക്കണാവേ എന്തുട്ടത് എന്തുണ്ടാക്കണാവേ എന്തുട്ടത് ഓണം പോയല്ലോ ഊഞ്ഞാലടിച്ചല്ലോ ഓടിയടിച്ചല്ലോ ഉണ്ണി യൂണിഫോം ഇട്. എന്റെ അഭിനയം മൊത്തം ഇവൻ പഠിച്ചെടുത്ത നാഷണൽ അവാർഡ് മേടിച്ചു. ഇതുവരെ ആയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഐ ലവ് യു. ശരിക്കും സീരിയസ് ആവും. നമ്മൾ ഈ നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല. എന്നാൽ നടക്കുന്നു വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങിയ നടക്കാത്ത കാര്യമില്ല. നമസ്കാരം. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ഗോപു നന്ദലറ്റ് ജി മാർട്ടിന്റെ ഒരു വളരെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അയ്യോ സുരാജേട്ടാ മഹാബലിപുര വന്നു, ഒന്ന് വേഗം വരണ്ടോ? ലെറ്റ്സ് വെൽക്കം നമ്മളുടെ എല്ലാം സ്വന്തമായ സുരാജ് വെഞ്ഞാറമൂട്. അയ്യോ എന്റെ ദൈവമേ മാവേലി, ഇതൊക്കെയാണ് ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത്. അനുഗ്രഹിക്കണം മാവേലി. നമുക്ക് എല്ലാ ഓഡിയൻസിനും മാവേലി തന്നെ ഒരു ഓണാശംസകൾ നേർന്നേ. ഓണാശംസകൾ. ഓണാശംസകൾ മലയാളം അറിയില്ല. മലയാളം ഒന്നും അറിയില്ലേ? സംസ്കൃതമായിരിക്കും. സംസ്കൃതല്ലേ? ഒന്നും മിണ്ടത്തില്ലേ? അതൊന്നും എനിക്കറിയത്തില്ല. ഓണാശംസകൾ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ജുവലറിയുടെ ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനേ എനിക്കറിയത്തുള്ളൂ. ഓണാശംസയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഇതും മാത്രമേ അറിയുള്ളൂ അല്ലേ? മഹാബലി തമ്പുരാന്റെ പേര് പറഞ്ഞ് ഇതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് മനുഷ്യനുള്ളത്? എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് കൊളസ്ട്രോൾ 260, ട്രൈഗ്ലിസറൈഡ് 340. ഇത്രയും പോരെ യോഗ്യത? എനിക്ക് മനസ്സിലായില്ലത്. കൊളസ്ട്രോൾ ഉണ്ടെങ്കിലേ മഹാബലിയായിട്ട് പറയുന്നത് ഓണത്തപ്പ കുടവേറെ എന്നല്ലേ? അതെ അതെ അതെ. പിന്നെ ആകപ്പാടുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എന്നെ ഒരു തുണുക്കിടയെന്ന് പറഞ്ഞു വിട്ടു. എന്തിന്? വയറ് കുറഞ്ഞു. അത് ശരി. വയറ് കുറഞ്ഞു, കൊളസ്ട്രോൾ കുറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ കൊളസ്ട്രോള് കുറഞ്ഞു കഴിഞ്ഞാൽ മാവേലി ആകത്തില്ലേ? കുടവേറുള്ളവരല്ലേ മാവേലി എന്നുള്ളത് നമ്മുടെ മലയാളികളുടെ സങ്കല്പം. അങ്ങനെയല്ലല്ലോ. വേറെന്താ കേട്ടിട്ടുണ്ടല്ലോ? ഞാൻ കേട്ടിട്ടില്ല. എന്താ വെച്ചാൽ മാവേലി എന്ന് പറഞ്ഞത് ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് വരുമ്പോ ഒരു 6 pack മാൻ. ആ 6 pack ബോഡി എങ്ങനെ ഉണ്ടായിരിക്കും അതുപോലെയാണ്. അല്ലാണ്ട് ഇങ്ങനെ കൊടവയറും ഇങ്ങനെ ഉന്തിയ തലയും ഈ മുഖവും രൂപമൊന്നുമല്ല. 6 pack ആണ്. എന്റെ പൊന്നു പെങ്ങളെ, ഇത് അരിപ്പാക്കിന് വേണ്ടിയുള്ള ഒരു വിഷയമാണ്. അരിപ്രശ്നത്തിന് വേണ്ടി നടക്കുകയാണ് ഞാൻ 6 pack-ഉമായിട്ട് നടന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് കരി മേടിച്ചു കൊടുക്കണ്ടേ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾ അങ്ങനെ എന്നെ പുച്ഛിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഞാൻ ഡിസംബറിൽ പപ്പയാകാണ്. ഹായ്, കൺഗ്രാറ്റുലേഷൻ. അയ്യോ അതല്ല, ക്രിസ്മസ് പപ്പയുടെ കാര്യമാണ് പറഞ്ഞത്. ഓ അത് ശരി. മാവേലി മാത്രമല്ല. ഡിസംബറിൽ ക്രിസ്മസ് പപ്പ, വിഷുവിന് ഞാൻ കൃഷ്ണനാകും. പക്ഷെ അത് പലരും അങ്ങോട്ട് അങ്ങനെ അംഗീകരിക്കുന്നില്ല. എന്തായാലും ഇപ്പോ ടെക്സ്റ്റൈൽ ഷോപ്പില് മഹാബലി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഒരുപാട് നിരവധി ടെക്സ്റ്റൈൽസ്, നിരവധി ജുവലേഴ്സിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്നു. ഇതില് മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? ഈ മാവേലിയുടെ വേഷം അണിഞ്ഞൊക്കെ നിൽക്കുമ്പോ ദുഃഖകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതുപോലെ വേഷം ഇട്ടുകൊണ്ടിരിക്കുമ്പോ ദുഃഖകരമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞിട്ട് കരയാന്ന് നമുക്കും കൂടെ മനസ്സിലാവുമല്ലോ. ഇന്നും ദുഃഖം എന്ന് പറഞ്ഞപ്പോ അത് ഇന്നും എനിക്കൊരു ദുരൂഹതയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനൊരു ജുവലറിയുടെ ഫ്രണ്ടില് ഇങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം ഞാൻ ഇങ്ങനെ സ്വാഗതം ചെയ്ത്, വരുന്നവരെല്ലാം ഇങ്ങനെ സ്വാഗതം ചെയ്ത്, പോകുന്നവരെ എല്ലാം ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ പരിചിതമായ ഒരു മുഖം, 2 മുഖങ്ങൾ എന്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. പറഞ്ഞോളൂ, കരയരുത്. ദുഃഖമാണ്. എന്റെ ഭാര്യയും
ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ മോഹനും കൂടെ ഞാൻ നിന്ന കടയിൽ വന്ന് മോതിരം എടുത്തോണ്ട് പോകുന്നു. എന്താണ് എനിക്ക് മനസ്സിലാകുന്നത്. ജുവലറിയല്ലേ? എന്നിട്ട് നിങ്ങളെ കണ്ട് എന്തെങ്കിലും പറഞ്ഞോ? ഹായ് മാവേലി എന്റെ ഭാര്യ എന്നോട് പറയാണ്. അതെ, നിങ്ങളുടെ ഹായ് പറഞ്ഞോണ്ട് പോയില്ലേ? എന്നിട്ടും പിന്നെ മാവേലി തിരിച്ചൊന്നും തന്റെ വൈഫിനോട് പറഞ്ഞില്ലേ? ഞാൻ എന്താ പറയാനാ? ആ, എന്റെ ഭാര്യയ്ക്ക് അവൻ അരപ്പവന്റെ മോതിരം മേടിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടതാ. ആ. നീ ഞാൻ ചോദിച്ചിട്ട് വേണോ ഇല്ലാതാകാൻ. ഞാൻ എന്താ വർത്താനോട് പറയുന്നത്? അത് ശരി. പക്ഷെ എന്നാലും ആ പഴയ വിഷമത്തിലോട്ട് വന്നല്ലേ? സാരമില്ല, എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്ത വിഷമം അതാണ്. ഇതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ? ഇല്ല. ഈ മോഹനൻ എന്ന് പറയുന്ന വീട്ടിന്റെ അടുത്തുള്ള അല്ലേ? അതെ. ആള് വല്ല പണിക്കെങ്ങാനും പോകുന്നുണ്ടോ? അവനൊരു പണിക്കും പോകത്തില്ലെന്ന്. ആ, നിങ്ങളിങ്ങനെ പുറത്ത് പണിക്ക് പോകുന്നോണ്ടാണ് ഈ കുഴപ്പം. കുടുംബ പുലർത്തണ്ടേ അനിയാ? കുടുംബ പുലർത്തണ്ടേ? അതെ. എത്ര മക്കളുണ്ട്? 10 മക്കൾ. 10 മക്കളോ? 10 മക്കളോ? അതെ അതെ. ഇത് മനസ്സിൽ ഇതെങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഓണമാകുമ്പോ മഹാബലി, വിഷു ആകുമ്പോ കൃഷ്ണൻ, ആ, ക്രിസ്മസിന് ക്രിസ്മസ് പപ്പ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വിനോദം വേണ്ട അനിയാ? ചുമ്മാ അതിങ്ങനെ മരപ്പാവയായിട്ട് പോയി നിന്നാ മതിയോ? മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഓക്കേ. എന്തായാലും ഒരുപാട് സന്തോഷം മാവേലി. ചെറിയ മോനെത്ര? പിന്നെ എന്റെ ഇളയ മകനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇളയ മോനോ? അതെ. പുള്ളിക്ക് എന്താ ജോലി? അതെ, നമ്മളിപ്പം നമ്മള് ഒരുപാട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഡോക്ടറുടെ മകൻ എന്താണ്? ഡോക്ടറാണ്. എഞ്ചിനീയറുടെ മകനോ? എഞ്ചിനീയർ. അതേപോലെ മഹാബലിയുടെ മകൻ മഹാബലിയായിട്ട് വളർന്നാ മതി. ഓ, അത് ശരി. വംശനാശം. മഹാബലിയൊക്കെയോ? അതെ അതെ, വംശനാശം. വംശം എന്താ അതിനെന്തുവാണ് ഈ പറയുന്നത്? എന്താ നഷ്ടപ്പെട്ടു കൊണ്ടുപോയി? വംശനാശം സംഭവിക്കാതിരിക്കാൻ. അതന്നെ. അല്ല അല്ല അല്ല, അങ്ങനെ വംശനാശം സംഭവിക്കാൻ. വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവനെ ഞാൻ മാവേലിയായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഓ, അത് ശരി. നമുക്ക് ഈ കടയിലൊക്കെ കൊണ്ടുപോവോ? എല്ലാ മേഖലയിലും. എന്നാ ആ ചെറിയ ആളിനെ ഒന്ന് വിളിക്കാവോ? വിളിക്കാൻ മകനെ. മോനെ, എടാ മാവേലി. നമസ്തേ മാവേലി. നമസ്കാരം. അല്ല, ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വയ്ക്കാം മാവേലി. ഇതൊക്കെ ഈ മാവേലിക്ക് സഖ്യപർവ്വതമാണ്. ഇങ്ങോട്ട് പോ. എന്തിനു രസാ കാണാൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ പിന്നെ ഓണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തൊക്കെ ഓണം എന്ന് വെച്ചാൽ എന്തോണം. ആ, ഓണം എന്നൊക്കെ പറഞ്ഞാലേ എന്റെ കുട്ടിക്കാലത്തെ ഓണം. ഇതിലും ഇനി കുട്ടിക്കാലോ? ആ, ദൈവമേ, ശരി. എന്നാ കുട്ടിക്കാലത്തെ ഓർമ്മകളെന്ന് പറഞ്ഞ്. കുട്ടിക്കാലത്തെ ഓണം എന്ന് വെച്ചാല് അതെനിക്ക് ഓർമ്മയില്ല. അതെന്തേ? അന്ന് ഞാൻ കുട്ടിയല്ലേ. അതിന് ഞാനെങ്ങനെ ഓർക്കാം? മാത്രമല്ല, കട്ടിൽ കിടന്ന് കയ്യും കണ്ടിട്ട് അമ്മേ അമ്മേ എന്ന് കരണ്ടടിക്ക് ഞാനിതൊക്കെ എങ്ങനെ ഓർക്കാനാ? ഈ മുടിച്ചവനെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റു. കുഞ്ഞു മാവേലി. ഇതൊക്കെ എന്തോ ഇരിക്കുന്നു. സ്കൂളിൽ ഇവനെ ടീച്ചേഴ്സും പിള്ളേരും ഒക്കെ വിളിക്കുന്ന മഹാബലി എന്നാ. മഹാബലി എന്നാണോ? എല്ലാരും അയ്യോ, അപ്പൊ സ്കൂളിൽ ഈ വേഷം കെട്ടു? ഏയ്, ഈ വേഷമൊന്നും അല്ല. പിന്നെ വർഷത്തിൽ 10 ദിവസം അങ്ങോട്ട് എല്ലത്തുള്ളൂ. സ്കൂളില്. ബാക്കിയുള്ള ദിവസം അല്ല ഏത് പാളത്തിലാണെന്ന് ആർക്കറിയാം. എന്തായാലും മഹാബലി, കുഞ്ഞു മഹാബലി ഇവിടെ വന്നു. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായല്ലേ? ശരിക്കും എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ നല്ലൊരു കൈയടി കൊടുത്ത് നമ്മുടെ കുഞ്ഞു മാവേലിക്ക്. കണ്ട എല്ലാവരും എല്ലാരും ഒന്ന് കാണട്ടെ. ആരെങ്കിലും കാണാനുണ്ടോ ഇനി? ആ, അതെ. ഈ ഓണത്തെ പറ്റി ഒരു പാട്ട് പാടാവോ? പിന്നെ പാട്ടോടല്ലോ. ആ, ഒന്ന് പാടിക്കേ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടിയെടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലേക്ക്? മുമ്പേ നിങ്ങൾ ഓക്കെ. ഇതിപ്പോ ഈ പാട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഓണത്തെ വരവേൽക്കാനുള്ളതാണ്. ഈ ഓണം കഴിഞ്ഞതിന് ശേഷം ഏത് പാട്ടാ പാടുന്നത്? ആ, പാടിത്തരാം. ഓണം പോയല്ലോ, ഊഞ്ഞാലടിച്ചല്ലോ, ഓടിയടിച്ചല്ലോ, ഉണ്ണി യൂണിഫോം ഇട്. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരിക്കാതെ? എല്ലാവരും വന്ന് സ്കൂളിലേക്ക് പോകേണ്ട. അത് ശരി. ഓണം പോകുന്ന ഒരു കുഞ്ഞ്
അതെ, അവിടെയും മഹാബലിയാണല്ലോ. ഇവൻ ഈ കൊടയൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇവന്റെ സൈസിന് പറ്റിയത് കുമ്പളങ്ങാനും എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. അല്ല കൂടെ. Bye. തിരുപ്പിച്ച് കൊല്ലാനായിട്ട് ഒരുത്തരങ്ങ് ഉണ്ടായല്ലോ. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടി ഉണ്ട്. ജമുന പ്യാരി റിലീസായി. ചിത്രം വളരെ നല്ല അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഫ്ലോറിൽ ഇരട്ടിപ്പിക്കാൻ, അതെ, ആ സന്തോഷം പങ്കിടാൻ ഇവിടെ എത്തുകയാണ് ജമുന പ്യാരി ടീം. ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ, പിന്നെ മുത്തുമണി, സുരാജ് വെഞ്ഞാറമൂട്. അപ്പോ നമ്മുടെ ചാക്കോച്ചൻ റെഡിയായി കഴിഞ്ഞു. ഇതാ ചാക്കോച്ചനോടൊപ്പം ഞാനും ഒരു ഡാൻസ് കളിച്ചിട്ട് വരട്ടെ. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. തൃശ്ശൂര് പൂരങ്കട്ട മണ്ടത്തലയാ നിന്റെ പാലുമ പൊട്ടിക്കിട്ട ഗുണ്ട് 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 കണ്ടെത്തുണ്ട വെട്ടും മുമ്പേ ഓടിട്ട 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 ഓടിട്ട. എന്തുണ്ടാക്കടാവേ എന്തുട്ടത് എന്തുണ്ടാക്കടാവേ എന്തുട്ടത് അമ്മട്ട പൊട്ടി ബെപ്പട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി പൊട്ട വന്നു എന്തുണ്ടാക്കടാവേ എന്തുട്ടത് എന്തുണ്ടാക്കടാവേ എന്തുട്ടത് വാസൂട്ടൻ ഒമ്മടാവാ വാസൂട്ടൻ ജാൽതി കെട്ടിയ വാസൂട്ടൻ ഒമ്മടാവാ വാസൂട്ടൻ ജാതി കെട്ടിയ അതല്ലേ. എന്തുണ്ടാക്കടാവേ എന്തുട്ടത് എന്തുണ്ടാക്കടാവേ എന്തുട്ടത് തൃശ്ശൂര് പൂരങ്കട്ട മണ്ടത്തലയാ നിന്റെ പാലുമ പൊട്ടിക്കിട്ട ഗുണ്ട് 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 കണ്ടെത്തുണ്ട വെട്ടും മുമ്പേ ഓടിട്ട ഓടിട്ട ഓടിട്ട. എന്തുണ്ട് ചാച്ച്? നല്ല വിശേഷങ്ങൾ. നമ്മുടെ ജമുന പ്യാരി റിലീസായി. എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കൈനീട്ടി സ്വീകരിച്ചു. ആ ചിത്രത്തിനെ സ്നേഹിച്ചതിന് ഒരുപാട് സന്തോഷം. പറയും വിശേഷങ്ങൾ. അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓണക്കാലത്ത് നിങ്ങളോടൊപ്പം വീണ്ടും വരാൻ സാധിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ റംസാന് മധുരനാരങ്ങ റിലീസായി. അതിലും സുരാജ് ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജമുന പ്യാരിയിലേക്ക് വരുമ്പോൾ ഈ ഓണക്കാലത്ത് വീണ്ടും സുരാജ് എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം. തീർച്ചയായിട്ടും നല്ല റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമ്മൾ ഇവിടെ വന്നപ്പോ മുതൽ ഫുൾ ടൈം ചാക്കോച്ച കേട്ടോണ്ടിരിക്കുന്നത് ജമുന പ്യാരി ജമുന പ്യാരി ജമുന പ്യാരി, വേറെ ഒന്നുമില്ല. ഞാൻ മാത്രമല്ലല്ലോ, ഓഡിയൻസും പറയല്ലേ. അവര് കണ്ട ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്നോട് പറയാണ്, ചാക്കോച്ച പറയണം, കണ്ട ആൾക്കാരൊന്ന് പറഞ്ഞു ചേട്ടാ ജമുന പ്യാരി ഉണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഇത്രയും സന്തോഷം എന്ന് തോന്നിയാൽ, പ്രത്യേകിച്ച് കലാകാരനാണ്, നമുക്ക് ഓണത്തിന് നമ്മൾ അഭിനയിച്ച ഒരു സിനിമ ഒരു ഹിറ്റാകുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്. അപ്പൊ ആൾക്കാർ വന്നിട്ട് കണ്ടു, സൂപ്പർ ആയിരിക്കും, സൂപ്പർ ആയിട്ടുണ്ട്, വാസൂട്ടൻ അന്വേഷിച്ചായിട്ട് പറയണം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അതുകൊണ്ട് ഞാനും അതൊരു രാവിലെ തൊട്ട് ജമുന പ്യാരിയുടെ വാർത്തകൾ തന്നെയാണ് പങ്കുചേരുന്നു. സുരാജ് ചേട്ടാ, ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിൽ പങ്കുചേരുന്നു. എടുത്തു പറയേണ്ട കാര്യം, എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സുഹൃത്തു കൂടിയാണ് സുരാജ്. ഏകദേശം എനിക്ക് തോന്നുന്നു 25 പടം, ഇത്രയും 25 പടം ഇത്രയും നായകനോടൊപ്പം ഞാൻ ചെയ്തിട്ടില്ല. അത് ചാക്കോച്ചനോട് മാത്രമാണ്. അതിൽ എനിക്ക് ചെറിയൊരു പരാതി ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ അഭിനയം മൊത്തം ഇവൻ പഠിച്ചെടുത്ത് നാഷണൽ അവാർഡ് മേടിച്ചു. ഇതുവരെയായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ജമുന പ്യാരി? എന്താണ് ജമുന പ്യാരി? ഈ ചിത്രം കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ജമുന പ്യാരി എന്താണ്? ആർക്കും അറിയില്ല? ശരിയെങ്കിൽ ആർക്കും അറിയില്ല, ട്രെയിലർ ഒന്ന് കാണാം. റെഡി? നിങ്ങൾക്കായിട്ട്. ജമുന പ്യാരി എന്ന് പറഞ്ഞറിയോ? ജമുന പ്യാരിയാ എന്താ സംഭവം? ജമുന പുരിങ്ങ സാധനം എനിക്കറിയില്ല. ടീച്ചറിനും പാട്ടിനെയൊക്കെ കൊല്ലണ പണിയാണ്.
ഈ ദുനിയാവിൽ ഈ സാധനം എവിടെയെങ്കിലും കിട്ടുമെന്ന്. ചേട്ടാ ഈ ജമുന പ്യാരി അറിയോ? അതിന് പാട്ടിന്റെ ഏതോ ഒരു നിങ്ങൾ ഹിന്ദി ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നിങ്ങൾ അപ്സര തിയേറ്ററിന്റെ അടുത്ത് അന്വേഷിക്കും. ആയിക്കോട്ടെ. അങ്ങനെ ചോദിച്ചാ ജമുന റാണിയല്ലേ ഗംഗ. ഓ ഓ ലേഡീസിന്റെ പേരല്ല. പൊളിച്ച്. ഈ ജമുന പ്യാരി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ജമുന പ്യാരി സെമിത്തേരി ഒരു സ്ഥലം പറഞ്ഞു. ഇനി ജമുന പ്യാരി എന്ന് വെച്ചാൽ അറിയാം? ജമുന പ്യാരി. ഇത് എവിടെയോ വച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഓടാ അവിടുന്ന്. ജമുന ക്ലാരിറ്റി വരണം. പിന്നെ പ്ലീസ്. യമുന ചേച്ചി. ഈ പ്രോഗ്രാം കാണാറില്ല. ഇവൻ ശരിയാവില്ല കേട്ടോ. അതിപ്പോഴാ മനസ്സിലായത്. അല്ല ഈ ഐറ്റം എന്ന് പറയണല്ലാതെ എന്തുട്ട് ഐറ്റം എന്ന് പറയണില്ലല്ലോ. ജമുന പ്യാരി. എന്തുട്ടത്? എന്തുണ്ടാക്കണാവേ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ എന്താണ് പാട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് പാട്ടാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ സ്ലാങ്ങിലുള്ള പാട്ട്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു തൃശ്ശൂർ വേറൊരു സ്ലാങ് പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാനും അതെ. ഞാൻ ചാക്കോച്ചനും തൃശ്ശൂർ സ്ലാങ്ങാണ്. മാത്രമല്ല അതിലെ നായികയും സെയിം തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ സ്ലാങ് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയത്, എൻ്റെ അമ്മ വീട് ചാലക്കുടിയാണ്, തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ജോയ് മാത്യു ചേട്ടൻ കോഴിക്കോട് സ്ലാങ്ങാണ് ഉപയോഗിക്കുന്നത്, പിന്നെ നീരജ് ഫോർട്ട് കൊച്ചി, പിന്നെ പാഷാണം ഷാജി പാലക്കാട്, കരമനച്ചേട്ടൻ ട്രിവാൻഡ്രം. അപ്പോൾ അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തനതായിട്ടുള്ള ഭാഷാ ശൈലികൾ, ഓരോ സ്ലാങ്ങുകൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ണ് ഭയങ്കര രസകരമായിട്ട് ഇതിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഈ ഇതിൽ കാണാത്ത ഒരു താരവും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യണ്ടേ? ജമുന പ്യാരി എന്താണെന്ന് കാണണ്ടേ? അപ്പൊ അറിയണം. അപ്പൊ ആ താരത്തെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, എല്ലാരും വിചാരിച്ചു ഇല്ലേ ഇതാണ് നമ്മുടെ ജമുന പ്യാരി എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. സിനിമ കാണാത്തവർക്ക്, കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ജമുന പ്യാരിയാണ് അല്ലേ? പറയൂ മുത്തുമണി. മുത്തുമണി നമ്മുടെ ജമുന പ്യാരിയിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു വേഷമാണ് ചെയ്തേക്കുന്നത്. വിനീത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അത്രയ്ക്കങ്ങ് വിനീതം പോരാന്ന് മാത്രം. അത്ര വിനീതം പോരാ. പിന്നെ എന്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതാണ് ഇത്ര നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ഭാര്യമാരുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിരൂപമായിട്ടാണ് ഇതിൽ വിനീത ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സിനിമ കാണുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെ, PR അരുണാണ് ഇതിന്റെ തിരക്കഥാകൃത്ത്. ഇദ്ദേഹത്തിന്റെ എന്റെ ദൈവമേ അരുണേ, എന്നോട് ഷമീർ ഇദ്ദേഹത്തിന്റെ ഭർത്താവാണ് നമ്മുടെ അരുണ്. ആളിവിടെ എത്തിയിട്ടില്ല. എങ്ങനെയാണ് ഈ അരുണുമായിട്ടൊക്കെ പിന്നെ നല്ല സൗഹൃദമാണോ? നല്ല സൗഹൃദമാണ്. അല്ല എപ്പോഴെങ്കിലും വിനീതയുടെ പോലെ അല്ല ഞാൻ. വിനീതയെ പോലെ ഇടിക്കാറുണ്ടോ? ഒട്ടുമേ അല്ല. ഉറപ്പ്? 100% ഉറപ്പ്. അതിങ്ങനെയൊക്കെ പറയുന്നു. എപ്പോഴോ പിടിച്ചിടി കൊടുത്തിട്ടുണ്ടല്ലോ? ഒരിക്കലും ഇല്ല. ഇല്ല ഇല്ല. കാര്യം ഇടിക്കാനില്ല, ആൾ ഇത്രേ ഉള്ളൂ. അരുണിന്റെ ഞാൻ ചോദിച്ചു, അരുൺ നല്ല മെലിഞ്ഞായിരിക്കുന്നത്. മുത്തുമണി അത്യാവശ്യം നല്ല എക്സസൈസ് ആരോഗ്യവതിയാണ്. അപ്പം അരുണിനോട് ഞാൻ ചോദിച്ചു, വൈഫിനെ ചീത്ത പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്? അരുൺ പറഞ്ഞു, ഏയ് ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. സൂപ്പർ കോമഡി. കാര്യം ഇല്ലെങ്കിൽ അടിച്ച് എവിടെയെങ്കിലൊക്കെ മാറി അത് ക്ലാസ് വിറ്റ് കേട്ടോ. ഇത് സോറി, ഇത് എന്റെ ഭാര്യ എന്നെ പറ്റി വേറെ ഇന്റർവ്യൂല് പറഞ്ഞാണ്. ഓ അത് ശരി. അതല്ല, ശരിക്കും ഉണ്ടല്ലോ ചാക്കോച്ചനല്ല കോമഡി. ഏറ്റവും കൂടുതൽ കൗണ്ടർ റാണി എന്നറിയപ്പെടുന്ന ചാക്കോച്ചന്റെ വൈഫാണ് പ്രിയാമ്മ. പ്രിയാമ്മ ഹായ്, ഓണാശംസകൾ. എന്തായാലും പ്രിയാമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 24 hours ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം. കാര്യം പടപടപടയാണ് ഓരോ കൗണ്ടറുകൾ വരുന്നത്. ഏതെങ്കിലും ഇതുപോലത്തെ ഹൈലൈറ്റ് സാധനങ്ങൾ ഒന്നിറക്കി വിടും. പുള്ളിക്കാരി ഇടയ്ക്ക് മീൻ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോയി. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര കമ്പനിയാണ്. വേണമെങ്കിൽ അവിടെ വാർഡ് മെമ്പറായിട്ട് മത്സരിച്ച് ജയിക്കും. അത്രയ്ക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. അപ്പം സ്ഥിരം നമ്മൾ മീൻ മേടിക്കുന്ന ഒരു ചേട്ടനുണ്ട്, ജോഷി ഏട്ടൻ എന്ന് പറയുന്നത്, കടവന്ത്ര മാർക്കറ്റിലുള്ള. അപ്പോൾ ഒരു ദിവസം പുള്ളിക്കാരി രാവിലെ എന്നിട്ട് മീനൊക്കെ നോക്കി, മീനൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം പ്രിയ ചോദിച്ചു, ഇതൊക്കെ മീനൊക്കെ ഫ്രഷാണോ ചേട്ടാ? അപ്പോൾ ജോഷി ഏട്ടൻ പറഞ്ഞു, മോളെ ജീവനുണ്ട്, ഉറക്കവാ, മീനുകളൊക്കെ ജീവനുണ്ട്, ഉറക്കവാ, അതാന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് ബാമോനെ എനിക്ക് വീട്ടിൽ പോവാം.
സുഹൃത്തുക്കളൊക്കെ എന്ത് പറഞ്ഞു? വളരെ സന്തോഷം. കാരണം എല്ലാവരും കണ്ടിട്ട് വളരെ നല്ലൊരു കോമഡി അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമർ സബ്ജക്റ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതിൻ്റെ ഒരു റിലീഫ്, നമ്മൾ ഇത്രയും കാലം എടുത്ത വർക്കിന് ഒരു നല്ല റിസൾട്ട് കിട്ടിയതിന് ഒരു വലിയ സന്തോഷമുണ്ട്. ഇനി ഡയറക്ടറെ കുറിച്ച്. ഡയറക്ടർ തോമസ് സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. ലാൽ ജോസാണ് ഈ കഥ കേൾക്കണം എന്ന് എന്നോട് പറയുന്നത്. അപ്പോൾ കഥ പറയാനായിട്ട് അരുണും തോമാച്ചനും കൂടെയാണ് വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു വളരെ രസകരമായിട്ട് തോന്നി. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഈ ജമുന പ്യാരിയുടെ എന്താണെന്നുള്ളത് അതും ഞാൻ ചോദിച്ചു. എന്താണ് ഈ സാധനം, എന്താണ് ജമുന പ്യാരി എന്ന് ഞാനും ചോദിച്ചു. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ അത് ആ ഒരു ആസ്പെക്റ്റിൽ മാത്രം നിൽക്കാതെ വളരെ രസകരമായിട്ട് പറഞ്ഞു പോകുന്ന, വളരെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു യാത്രയും ഫ്രണ്ട്ഷിപ്പും പ്രണയവും യാത്രയിലെ പാട്ടൊക്കെ ഇടിവെട്ട് പാട്ടാട്ടോ. അപ്പം അങ്ങനെ എല്ലാം ചേർന്ന് ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നന്മയുള്ള ചിത്രമാണ്. ഇപ്പോൾ ജമുന പ്യാരി എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് നിങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണ്. നിങ്ങൾക്ക് ജമുന പ്യാരിയെ കാണാം, ജമുന പ്യാരിയോട് സംസാരിക്കാം. അപ്പം ജമുന പ്യാരിയെ നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വെൽക്കം ജമുന പ്യാരി. നിങ്ങൾക്ക് ചോദിക്കാം. ജമുന ആർക്കാ സംസാരിക്കേണ്ടത്? എനിക്കറിയാം. ഓക്കെ, ഈ ചേച്ചി ആദ്യം ചോദിച്ചോ. വേറെ ആർക്ക് ചോദിക്കണം? ജമുന പ്യാരിയോട് സംസാരിക്കേണ്ട ജമുന പ്യാരിയോട് സംസാരിക്കാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുതുമുഖമാണ്. ഈ ഹീറോയിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവരെ രണ്ടുപേരെക്കാളും സൗന്ദര്യമുണ്ട്. അതെ. ചേച്ചി ചോദിക്കാനുണ്ടെങ്കിൽ ചേട്ടന്മാരെ അനുസരിച്ച് ചോദിച്ചോളൂ കേട്ടോ. റെഡിയാണല്ലോ, കിട്ടിയ അവസരം കളയണ്ട. ശരി, ചോദിച്ചോ. ചേട്ടൻ റെഡിയല്ലേ? റെഡി. ഓക്കെ. ഓക്കെ, എന്താണ് ചോദിക്കാനുള്ളത്? അത് വന്നിട്ട് ചോദിക്കാം അല്ലേ? ശരി, എന്നാ ജമുന പ്യാരിയെ വിളിക്കാം. ജമുന പ്യാരി, ജമുന പ്യാരി, ജമുന പ്യാരി. എന്തുണ്ടാക്കണാവേ എന്തുണ്ടത്, എന്തുണ്ടാക്കണാവേ എന്തുണ്ടത്, എന്തുണ്ടാക്കണാവേ എന്തുണ്ടാക്കണാവേ എന്തുണ്ടത്, വാസുട്ടൻ ഒമ്മടാവാ, വാസുട്ടൻ ജാതി കെട്ടിയ ഓടിപ്പോൻ ഒമ്മടാവാ, വാസുട്ടൻ ജാതി കെട്ടിയ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ജമുന പ്യാരിയെ കൊണ്ട് നിർത്താന്ന് പറഞ്ഞു. ഇതാണ് ഇത്രയും നാൾ നിങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യത്തിന് ആൻസർ. ഇതാണ് ജമുന പ്യാരി എന്ന് പറയുന്ന ആട്. ഈ വർഗത്തിൽപ്പെട്ട ആടിനെയാണ് ജമുന പ്യാരി എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയോ ജമുന പ്യാരിയോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചോദിച്ചോളൂ. ചോദിക്കേ, എന്താ ചോദിക്കണ്ടേ? ചേട്ടൻ ചോദിക്കണേ. അല്ല, ആദ്യം വിചാരിച്ചത് നായികയായിരിക്കും ജമുന പ്യാരി. അങ്ങനെ ചോദിക്കാനായിട്ട് വന്ന് എനിക്കറിയാം ഇപ്പൊ ചോദിക്കാൻ പോണ അടുത്ത ഏത് പടത്തിൽ അഭിനയിക്കണം അല്ലേ? അടുത്ത ഏതാ പടം എന്ന് മക്കളെ? അടുത്ത ഏതാ പടം? ബിരിയാണി. അടുത്ത പടം ബിരിയാണി. ബിരിയാണി എന്നല്ല, ഇതിനെ ഇപ്പോഴും ചാക്കോച്ചൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു ചെറിയൊരു ഫാം ഹൗസ് ഉണ്ട് ആലുവയ്ക്ക് അടുത്ത്. അപ്പൊ അവിടെ 12 ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്. നിങ്ങൾ സിനിമയിൽ ആടുകളാണ് മെയിൻ ആർട്ടിസ്റ്റുകൾ. അല്ല, 10-50 ആട് എന്ന് പറഞ്ഞപ്പോ മെയിൻ ആർട്ടിസ്റ്റുകൾ കൂടുതലും ആടുകളാണ്. അതിന്റെ സംഭവം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പോൾ ഇതാണ് ജമുന പ്യാരി. ജമുന പ്യാരി ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ആടാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്, നല്ല സൗന്ദര്യമുള്ള ഇടതോർന്ന മുടികൾ പോലെയുള്ള അല്ലേ ചെവിയുണ്ട്. കൊളസ്ട്രോൾ കുറവുള്ള, കൊഴുപ്പ് കുറവുള്ള മാംസവും ഹൈ ക്വാളിറ്റി പാലുമാണ് ഇതിന്റെ പ്രത്യേകത. എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് ഇത് കൂടുതലും ഉള്ളത്. കർഷക രംഗം സമാപിച്ചിരിക്കുന്നു. നന്നായിട്ട് റാമ്പ് ഷോ നടത്താൻ അറിയാൻ തോന്നുന്നു. കറക്റ്റ് നിന്നതൊക്കെ റാമ്പിൽ മോഡൽസ് ഒക്കെ നിൽക്കണ പോലെ. ഇത് നോക്കൂ, ഇത് സാരി എടുത്ത് എനിക്ക് തോന്നുന്നു ദേവിയെക്കാളും ഗ്ലാമറാണ്. നമ്മുടെ പടത്തിന്റെ ജമുന പ്യാരി. മക്കളെ, അയ്യോ പറയുന്നാട്ടാ. എന്താ പ്രൊഡ്യൂസർ ജെയ്സന്റെ പേരെന്താ പറയാത്തത്? ഓക്കെ, നമ്മുടെ ജമുന പ്യാരി എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മുടെ ജെയ്സൺ ഇളംകുളമാണ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രം. ഇനിയും ജമുന പ്യാരിയുടെ കൂടുതൽ വിശേഷങ്ങളും അതിലെ ഒരുപാട് കഥകളുണ്ട് അവിടെ പറയാൻ വേണ്ടിയിട്ട്. കാര്യം ഷൂട്ടിംഗ് സ്ഥലത്ത് നടന്ന നമ്മുടെ നായികയുടെയൊക്കെ കഥകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുത്തുമണിയുടെ കഥകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് സമയം നമുക്ക് അവിടെ വിശ്രമിക്കാം. എന്താണെന്നറിയാം, ഇവിടെ നടക്കുന്ന ചിരി എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ട്. അവിടെയാണ് ഈ പുള്ളിക്കാരി. ഇത് അവിടെ കൊണ്ട് ഇരുത്താൻ പറ്റില്ല. വേണമെങ്കിൽ ഞാൻ സൈഡിൽ നിർത്തിക്കളെ എന്റെ കൂടെ. നേരത്തെ പറഞ്ഞു ഇവിടെ അടുത്ത് നിൽക്കുന്ന സേഫും
ഇവളുടെ അടുത്ത് ഇരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പുള്ളിക്കാരൻ. ആണോ? എന്നാ ശരി, വരും, നമുക്ക് പോവാം. ദാ പോവേണേ. താങ്ക് യു. താങ്ക് യു. മക്കള് പോണില്ലേടി? പൊക്കോ. പോകുന്നില്ലേ? പൊക്കോന്ന്. ഏയ് പോ ജമിന. ഇവിടെ ഇഷ്ടായി, ഇവിടെ ഇഷ്ടായി. ജമിനെ ഞാനാ പറയുന്നപ്പോ എടി പോകാൻ. ഇല്ല, ഞാൻ ഇവിടെയാണ്. എടാ ഇത് പോണില്ലല്ലോ അത്. മക്കളെ ചെല്ല്, അടുത്ത് ഇനി വലിയ പരിപാടിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. അയ്യോ, തള്ളി പറഞ്ഞേക്കും. പോ മക്കളെ, ചെല്ല് ചെല്ല് ചെല്ല്. അടാ ഇത്രയും അനുസരണയുള്ള ചെല്ല് മക്കളെ. നമസ്കാരം. 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 ഞാൻ രമണൻ. ചങ്ങമ്പുഴയുടെ അല്ലല്ല, വസന്തിയുടെ ഭർത്താവ്. ഓക്കെ, എന്താ വന്നത്? അല്ല, ഇവിടെ പിന്നെ ആടിനെ കൊടുക്കുന്ന പറഞ്ഞ് എടുക്കാനാണ്. ഞാൻ ആടിനെയൊക്കെ വളർത്തുന്നതാണ്. ഈ ജമുന പ്യാരി അതിൽ ആടിനെ അഭിനയിച്ച ആടിനെ കൊടുക്കുന്നു പറഞ്ഞത് വാങ്ങിക്കാനായിട്ട് ആടിനെയൊക്കെ വളർത്തുന്നതാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ കൊടുക്കാന്നങ്ങനെ പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ആടിനെ വളർത്തുന്നത് എങ്ങനെ, ഫാമിലാണോ വളർത്തുന്നത്? ആ, ഞാൻ വളർത്തും. പിന്നെ ഫാമിലി സഹായിക്കും. ഫാമിലി അല്ല, അതിന് വേണ്ടിയിട്ടുള്ള കൂടും കാര്യങ്ങളൊക്കെ കെട്ടി അങ്ങനെയാണോ? ആ, ഉണ്ട് 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 ഉണ്ട്, എല്ലാം ഉണ്ട്. ആ, ശരി. ആ, ഉണ്ട്. ആടിനെ മാത്രമാണോ അതോ? അല്ലേ, കോഴിയുണ്ട്, പശുവുണ്ട്, എല്ലാം ഉണ്ട്. ഈ ആടിന് സാധാരണയായിട്ട് എന്തൊക്കെയാ കൊടുക്കണത്? ആടിന് പിണ്ണാക്കും കാടിയും കൊടുക്കും. പിണ്ണാക്കും കാടിയും. ആടിനോ? ആടിന്. അത് പശുവിനല്ലേ കൊടുക്കുന്നത്? ആണോ? എടാ, ഇങ്ങനെ വിരുദ്ധാഹാരം കൊടുത്തു കഴിഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പ് പറഞ്ഞാൽ തന്നെ അകത്താക്കും. പെനാൽറ്റി അടയ്ക്കണം. അങ്ങനെയാണോ? വെറ്റി അടയ്ക്കേണ്ടി വരും 1000 രൂപ വെച്ച്. എന്നാ പിന്നെ ദിവസം കൊടുക്കാം. 1000 രൂപ വെച്ചും കിട്ടൂല്ലോ. അത് തനിക്ക് കിട്ടുന്നല്ല, തന്നെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അങ്ങോട്ട് കൊടുക്കണം. ഇതുവരെ നമുക്കങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളർത്തുന്നുണ്ടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ്. പശുവിന് എന്താ കൊടുക്കുന്നത്? പശുവിന് പ്ലാവിൻ്റെ അല്ലേ കൊടുക്കും. കഴിക്കുമോ? ഇത് വിഷയമാണിത്. വിഷയമാണോ? പിന്നല്ലാതെ. ശരി, കോഴിക്ക് എന്താ കൊടുക്കണേ? കോഴിക്ക് ഞാൻ രാവിലെ 100 രൂപ കൊടുക്കും. അത് ഇഷ്ടമുള്ളത് വാങ്ങിച്ചാൽ കഴിക്കും. പിന്നെ അതിന്റെ കാര്യത്തിൽ നമ്മൾ ബേജാറാവേണ്ട. അത് തന്നെ കുറിച്ചല്ല ചോദിച്ചത്. എന്തോ? കോഴി 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 കോഴി. കോഴിക്കാണ് ഇങ്ങനെ. ഈ രമണന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആടിനെയാണോ പശുവിനെയാണോ? ഞാൻ കൂടുതൽ പിന്നെ ആടാണ് കൂടുതൽ വളർത്തുന്നത്. ആടാണ്. എത്ര ആടുകളുണ്ട്? എത്ര ആടുകൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കറുത്താടാണോ വെളുത്താടാണോ? കറുപ്പും വെളുപ്പും ഉണ്ടല്ലേ? രണ്ടും ഉണ്ട്. ഉണ്ട്. കറുത്താട് എത്ര എണ്ണം ഉണ്ട്? കറുത്താട് ഒരു ഏകദേശം 100 വരും. വെളുത്താടോ? വെളുത്താടും 100 വരും. ഈ ആടുകൾക്ക് എന്താണ് തീറ്റ കൊടുക്കുന്നത്? ആടുകൾക്ക് കൊടുക്കുന്നത് ഈ വെളുത്താടിനാണോ അതോ കറുത്ത ആടിനാണോ? വെളുത്താടിന്. വെളുത്താടിന് പിന്നെ കാടിയും പിണ്ണാക്കും കൊടുക്കും. അത് മസ്റ്റാണ്, അത് കൊടുക്കും. കറുത്താടിനോ? അതും കാടിയും പിണ്ണാക്കും തന്നെ. ഈ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകും, ഭക്ഷണം കൊടുക്കാനായിട്ട്? കൊണ്ടുപോകും. എത്ര ദൂരം പോകും? അത് ജസ്റ്റ് ഒന്നും വിചാരിക്കരുത്. കറുത്ത ആടിനെയാണോ വെളുത്താടിനെയാണോ? കറുത്താടിനെ 5 കിലോമീറ്റർ കൊണ്ടുപോകും. അതാകുമ്പോൾ നല്ല സൗകര്യമുണ്ട്. അത് നടന്നോളൂ. കറക്റ്റായിട്ട് നടക്കും. 5 കിലോമീറ്റർ. 5 കിലോ കറുത്താടിനെ കൊണ്ട്. വെളുത്താടിന് അത് 5 കിലോമീറ്റർ കൊണ്ട്. അല്ല സഹോദര, നിങ്ങൾ കുറെ നേരമായിട്ട് കറുത്താട് വെളുത്താട് എന്ന് പറയുന്നുണ്ട്. അതെ, എന്താണ് കാര്യം? എന്താ കാര്യം? അത് ഞാൻ സത്യം പറഞ്ഞാൽ അത് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ കറുത്താട് എന്റെ സ്വന്തമാണ്. അതെ. വെളുത്താടോ? അതും എന്റെ സ്വന്തമാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ? അതെ, വേണ്ട അവിടെ നിന്നാ മതി. അല്ല ഞാൻ അവിടെ നിന്നാ മതി. ഞാൻ പറയട്ടെ, മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? 2 ദിവസമായി മുടങ്ങിയിട്ട്. ഇപ്പൊ പിടികിട്ടി. അല്ല, അങ്ങോട്ട് വന്ന് സംസാരിക്കാം. അല്ല, ഇങ്ങോട്ട് വരണ്ട. അതാകുമ്പോ എളുപ്പം ഇവിടെ എത്താനല്ലേ വഴി ഞാൻ പറഞ്ഞുതരാം. ദേ ആ ടണൽ കണ്ടോ? ആ ടണൽ വഴി ഇങ്ങനെ കറങ്ങി ഇതുവഴി കറങ്ങി ഇങ്ങനെ എളുപ്പം അങ്ങ് പോവാം. അങ്ങനെ വരാനല്ലേ? അത് എളുപ്പമല്ലേ? അത് ഇത് ദൂരം നോക്കിയിട്ട് ദൂരം ഇത് വഴി ശരി, പോയിട്ട് വരാം. കറുത്താട് അങ്ങനെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ജമുന പ്യാരിയുടെ വിശേഷങ്ങളുമായിട്ട്. അതിന് ജമുന പ്യാരിലെ ശരിക്കുള്ള നായികയെ പറ്റി പറയും. ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല. ഗായത്രി സുരേഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ് കേരള ആയിരുന്നു 2014. പുള്ളിക്കാരി ശരിക്കും തൃശ്ശൂരുകാരിയാണ്, പ്രോപ്പർ തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ സ്ലാങ് കൈകാര്യം ചെയ്യുന്ന രീതി ഭയങ്കര ഭീകരമാണ്. ചടപടപടയെന്നൊക്കെയാണ് പറയുന്നത്. ഒരു എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ ഒരു കഥ, ഒരു സിനിമയുടെ ഫുൾ കഥ ഒറ്റ ഒരു ശ്വാസത്തിന് പറഞ്ഞത്. അമ്മാതിരി സ്പീഡും തൃശ്ശൂർ സ്ലാങ്ങുമാണ്. പക്ഷേ ആ ലൊക്കേഷനിൽ പുള്ളിക്കാരി ആദ്യമായിട്ട് വന്ന ദിവസം, ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ തന്നെ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ വന്നപ്പോൾ തന്നെ ഞാനും സുരാജും കൂടെ ഒരു പ്ലാൻ ചെയ്തു, ചെറുതായിട്ടൊന്ന് പണി കൊടുക്കാന്നുള്ളത്.
വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനും സുരാജും കൂടി ഇരിക്കുക, ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞത് കഥയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ശരിക്കും ജമുന പ്യാരി വളരെ ലൈറ്ററായിട്ട് പോകുന്നൊരു കഥയാണ്. അങ്ങനെ ഭയങ്കര സസ്പെൻസും ഭയങ്കര ആക്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കഥയിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പം ഇതിൽ നായിക ഏറ്റവും ലാസ്റ്റ് നമ്മൾ നായകനെ ഒരുമിച്ച് പോകുന്നുള്ളവരൊക്കെയാണ്. അപ്പം ചെറിയൊരു ട്വിസ്റ്റുണ്ട്. അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നായിക കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നായകൻ എൻട്രി ചെയ്യുന്നത്. അപ്പം നായകൻ എൻട്രി ചെയ്യുമ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്നുണ്ട്, എന്നാൽ നായകനെ കണ്ടതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് മുഖത്ത് വരണം. അതായത് കരച്ചിലും സന്തോഷവും. പുള്ളിക്കാരി എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുകയാണല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു അതെ. പിന്നെ ചാക്കോച്ചേട്ടനെ കാണുന്നതിൻ്റെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു അതെ. അപ്പം അതിനിടയ്ക്കാണ് പെട്ടെന്ന് അബ്നോർമലായിട്ട് എന്തൊക്കെ കാണിച്ചിട്ട് അടുത്തിരിക്കുന്ന മണ്ണെണ്ണ എടുത്തിട്ട് തലയിൽ ഒഴിക്കും, എന്നിട്ട് സ്വയം തീ കൊളുത്തും. പുള്ളിക്കാരി ആണോ? ആ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറിജിനലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫേസ് ഒക്കെ കത്തിപ്പോവും. അത് ചെയ്യാൻ പ്രശ്നമുണ്ടോ? പുള്ളിക്കാരി അത് അഭിനയ പ്രാധാന്യമുള്ളതല്ലേ, ചെയ്യാം. അപ്പം അങ്ങനെ ഏറ്റവും വിറച്ചൊരു സംഭവം കൂടെ ഉണ്ട്. ഉച്ചയ്ക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് അപ്പം അമ്മയും ഗായത്രിയും ഗായത്രിയുടെ അമ്മ അനിയത്തി 3 പേരും കൂടെ ഇരുന്ന് ഒരു കാര്യമില്ലാതെ ഒരുപാടൊക്കെ ചോറ് കഴിക്കും. അതല്ല, ഒരു കാര്യമില്ലാതെ ഒരുപാട് ചോറ്. കാര്യം നമ്മൾ ഇത്രയും കഥയൊക്കെ പറഞ്ഞ് ഭ്രാന്തായി അതിൻ്റെയൊക്കെ ഇതെല്ലാം ടെൻഷനൊക്കെ കേട്ടിട്ട് ഉച്ചയ്ക്ക് ആദ്യമായിട്ട് വന്ന് ലൊക്കേഷനിലൊന്ന് ഊണ് കഴിക്കുകയാണ്. ഊണ് അപ്പോൾ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നു, പപ്പടം കൊണ്ട് കൊടുക്കുന്നു, അതെല്ലാം ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കഴിച്ച് എണീറ്റിട്ട് ആ വിളമ്പിത്തരുന്ന പയ്യന് ഒരു 500 രൂപ 530 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഡേ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ട് എൻ്റെ ബില്ല് ഇതായിരിക്കുന്നു, ഇനിയിപ്പോൾ എന്നെ പിടിക്കരുത്, ഓക്കെ എന്നെ തന്നിട്ടുണ്ട്, മറ്റേ പപ്പടത്തിൻ്റെ ഞാൻ നാളെ തരാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ 2ാമത് ചോറ് വേണമെന്ന് പറഞ്ഞ ഗായത്രി ചോറ് വേണ്ട വേണ്ട മതി. പിന്നെ അവസാനം അമ്മയോട് ചോദിക്കണം, അമ്മ ക്യാഷ് എടുത്തിട്ടുണ്ടോ? ഇതിവിടെ കൊടുത്തേ പറ്റൂ, ഇത് റൂളാണെന്നത്രേ. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പറ്റിച്ചിട്ടുണ്ട്. പാവം എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കണേ. എന്നോട് നേരത്തെ പറയുന്നത് തന്നെ ഷമീർ ഇതെല്ലാം ചാക്സ് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. വേറൊരു കഥയുണ്ട്. അതെൻ്റെ ഭാര്യയുടെ കഥയാണ്. ഭാര്യ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു ഡ്രൈവിംഗ് എന്തായാലും പഠിക്കും. ഇല്ല എനിക്ക് വയ്യ. നമ്മുടെ എന്താ പഠിക്കാൻ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡ്രൈവിങ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 കാല് ആവശ്യമുണ്ടെന്നാണ് പുള്ളിക്കാരുടെ അഭിപ്രായം. ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്. 3 കാല് വേണം എന്നാലേ പുള്ളിക്കാരിക്ക് ഓടിക്കാൻ പറ്റുള്ളതൊക്കെ. നമ്മൾ ശരി ഓട്ടോമാറ്റിക് ഒരു കാർ വേണം. ഒരു ചെറിയൊരു i10 വണ്ടി മേടിച്ചു കൊടുത്തു. പുള്ളിക്കാരി പഠിക്കാനൊക്കെ പോയി. അങ്ങനെ ആദ്യമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ പാസ്സായി. ഒരു കൂട്ടുകാരിയെയും വിളിച്ചിരുത്തി, നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരിയും വിളിച്ചിരുത്തി. ആദ്യമായിട്ട് ഇവർ രണ്ടുപേരും പുറത്തു പോവുകയാണ്. അപ്പോൾ അതൊക്കെ 10 km/h സ്പീഡിൽ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഉറുമ്പിനെ പോലും ഓവർടേക്ക് ചെയ്യാതെ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എതിരെ ഒരു പ്രൈവറ്റ് ബസ് ഇങ്ങനെ വരിക. പുള്ളിക്കാരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും നോക്കല്ല, ബസ്സിനെ ഇങ്ങനെ നോക്കിയിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് പറയാ, മഞ്ജു ഞാൻ കണ്ണടച്ചിരുന്നോട്ടെ. പേടിയായി ബസ് വന്ന് കയറിയപ്പോ എന്തായാലും ഇടി കൊണ്ട് ചാകുമെന്ന് ഉറപ്പായിരുന്നു. കണ്ണടച്ചിരുന്നോട്ടെ. ഇതുപോലെ തന്നെ ഒരു വണ്ടി വന്നിട്ട് ഒന്ന് മുട്ടിയ ഒരു കഥയുണ്ടല്ലോ. ഒരു സിഗ്നൽ വന്നു, റെഡ് സിഗ്നൽ വന്നു. പുള്ളിക്കാരി വണ്ടി പതുക്കെ കൊണ്ടുവന്ന് ബ്രേക്ക് ഔട്ടി. ഒറ്റയ്ക്കാ ഡ്രൈവ് ചെയ്ത് ബ്രേക്ക് ഔട്ടി നിർത്തി കഴിഞ്ഞിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. അപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഗിയർ ഡ്രൈവിൽ തന്നെ കിടക്കും, ന്യൂട്രലോട്ട് ആക്കിയില്ല. അപ്പോൾ ക്ലച്ച് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞപ്പോൾ വണ്ടി പതുക്കെ ഒന്ന് മുമ്പോട്ട് പോയി. മുമ്പിലുള്ളൊരു ബൈക്കിൻ്റെ വീലിൽ പുറകിൽ നിന്ന് ജസ്റ്റ് തട്ടി. അപ്പോൾ ബൈക്കുകാരൻ പെട്ടെന്ന് ഇങ്ങനെയായി. പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ വന്നു, പുറകിൽ ഇങ്ങനെ ഉരുട്ടി വിട്ട് വന്നിട്ട് ചില്ലിൽ തട്ടി. പുള്ളിക്കാരി ഇങ്ങനെ പതുക്കെ ചില്ലൊക്കെ താത്തി. എന്താ മനുഷ്യനെ കൊല്ലാൻ നടക്കുകയാണോ എന്ന് ആള് ചോദിച്ചു. അയാള് പ്രിയോട് ചോദിച്ചു, പ്രിയ അതിന് എനിക്ക് ചേട്ടനെ നേരത്തെ പരിചയമില്ലല്ലോ. നേരത്തെ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ടുവച്ചിടിക്കുക. പറയുന്ന വളരെ ന്യായമായ കാര്യമാണ് പ്രിയ ചോദിച്ചത്. അതിന് കറക്റ്റ്. അത് ആരായാലും ചിരിച്ചു. ഉപദ്രവിക്കാമെന്ന ആള് ചിരിച്ചിട്ട് ശരി ഓക്കെ പെങ്ങളെ കൊള്ളാം, നല്ല ഉത്തരവാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങൾ ഇത്രയും നേരം ജമുനാപാരി തൃശ്ശൂർ ഇതൊക്കെ പറഞ്ഞു. നിങ്ങൾ ഒന്ന് രണ്ടുപേരൊന്ന് തൃശ്ശൂർ ഭാഷയിലൊന്ന് ഇത്തിരി സംസാരിക്കും. ഒരു ഡയലോഗ് ഭാഷയിലെ അസലായിട്ട്. അതായത് ഞാൻ തന്നെ ഞെട്ടിപ്പോയത്, ഒരു ട്രെയിനറോ ഒന്നുമില്ലാതെ ഞാൻ നോക്കിയപ്പോ ചാക്കോച്ചൻ അസലായിട്ട് തൃശ്ശൂർ സ്ലാങ് സംസാരിക്കുന്നു. സംസാരിച്ചേ.
പ്രൊജക്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതിൽ ഞാൻ എന്താണ് വാസുട്ടൻ ഞാൻ ഈ സിനിമ ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ ജീവിതത്തെ കാണണമെന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൽ വാസുട്ടൻ്റെ ക്യാരക്ടറും അങ്ങനെയാണ്. എല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുന്നു, ആൾക്കാർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു. അപ്പോൾ പുള്ളി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല. എന്നാൽ നടക്കുന്നു വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങിയ നടക്കാത്ത കാര്യമില്ല. അപ്പം അതേപോലെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് ജമുന പ്യാരി. അപ്പൊ നമുക്ക് ഇനി ഒരു ഫണ്ണി സെഗ്മെന്റ് ഉണ്ട്. കുറച്ച് നല്ല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, അതിന് നല്ല രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ. സുരാജേട്ടനുണ്ട് കേട്ടോ. ജമുന പ്യാരി ടീമിനോടാ ചോദിക്കുന്നത്. ഓരോരുത്തരായിട്ട് ഉത്തരം പറയണം. റെഡി അല്ലേ? അപ്പം ഞാൻ 3 വാക്കുകൾ പറയും. ഇത് കേട്ടാൽ ആദ്യം മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് പറയണം. ടെസ്റ്റ് പേപ്പർ എന്താണ് ഓർമ്മ വരുന്നത്? എന്താ തോന്നുന്നത് ഫസ്റ്റ്? എല്ലാ പരീക്ഷകളിലും 1ാം റാങ്ക് കിട്ടാൻ എനിക്ക് ടീച്ചർ എന്നോട് പറഞ്ഞത്, നീ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇരുത്തി എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്. പക്ഷെ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞപ്പോൾ ടീച്ചർ എണീറ്റ് പറഞ്ഞു, നീ ഇവിടെയല്ല ബാക്ക് ബെഞ്ചിലെങ്ങാനും ചെന്നിരിക്കുക, അവിടെയാണ് നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരുപാട് പേര് എന്നെ പഞ്ഞിക്കിടും. അതുകൊണ്ട് ഫസ്റ്റ് ഓർമ്മ വരുന്ന ആളിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമാവും. ഇതന്നല്ലേ ഞാനും ഇത് തന്നെ പഞ്ഞിക്കിടും, അതേ ഓർമ്മയുള്ളൂ. എന്താ ജാട? പറഞ്ഞോളൂ. സുരാജ് വെഞ്ഞാറമൂട്. അത് കുഴപ്പമില്ല. ഞാനൊന്നും ജാട ഇല്ലാന്നവർക്ക്. ഞാൻ ജാട കാണിക്കോ? എന്താ ഈ ജാട? ആർക്കും അറിയില്ല. ജാട ആർക്കും ഇല്ല. സിനിമാ നടന്മാർക്കൊക്കെ ജാട ഉണ്ട് എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതാണ്. കാരണം ഓരോരുത്തർ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിനായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് അത് മാത്രമായിരിക്കും മൈൻഡിൽ. അപ്പോൾ ആരെങ്കിലും ഹായ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ ഹായ് എന്ന് കാണിക്കാത്തതല്ല, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതായിരിക്കും. അതിനെ ജാട എന്ന് വ്യാഖ്യാനിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പിന്നെ പരിസരം ഇല്ലാതെ, ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ അനുജൻ്റെ ബോഡിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വന്നിട്ട് ഒരാൾ എൻ്റെ ചോദിച്ചാണ്, ഹലോ എന്താ രാവിലെ ഇവിടെ മറിച്ചിൻ്റെ ഇവിടെയൊക്കെ ഒരു കോമഡി പറഞ്ഞേ. അപ്പോൾ അവരുടെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? അപ്പോൾ അതിനെ ജാട, ഞാൻ അങ്ങോട്ട് അത് പറയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറി അങ്ങോട്ട് പോയപ്പോൾ ആള് എൻ്റെ ജാട നോക്ക്, എടാ നമ്മളെയൊക്കെ പൈസ കൊണ്ട് തന്നെടാ നീയൊക്കെ ഇതുവരെ ആയത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് സ്നേഹം കൊണ്ടാണോ ആരാധകരാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയൊന്നും പറയരുത്. നമ്മളെല്ലാം മനുഷ്യരാണ്. ആരും ജാട കാണിക്കുന്നില്ല. ജാട കാണിച്ചിട്ട് എന്ത് ചെയ്യാം? ഇപ്പം തന്നെ വാട്സപ്പിൽ ഒരു സംഭവം വന്നാണ്, ജനിക്കുമ്പോൾ എടുക്കാൻ ഒരാൾ വേണം അല്ലേ? ജനിക്കുമ്പോൾ നമ്മളെ എടുക്കാൻ, മരിക്കുമ്പോഴും നമ്മളെ എടുക്കാൻ ഒരാൾ വേണം. ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരല്പം നടക്കുന്നു. അതിനെന്ത് ഇത്ര ജാട കാണിക്കാൻ അല്ലേ? അപ്പൊ അതുകൊണ്ട് അതൊന്നും വേണ്ട. നമ്മള് ഒരു ജാടയില്ല. ഇനി നിനക്ക് വേറെ എന്തെങ്കിലും ഇതുപോലുള്ള തട്ടുപൊളിപ്പൻ ചോദ്യങ്ങളുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കോളേജിൽ പഠിക്കുമ്പോഴല്ല, കോളേജ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ഒരു സിനിമയ്ക്ക് പോയി. അപ്പോൾ എൻ്റെ സൈക്കിളും ഉണ്ടായിരുന്നു. അപ്പോൾ നൂൺ ഷോയ്ക്കാണ് പോയത്. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം. വീട്ടിൽ പറയാതെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പോകുന്ന പറയുമ്പോൾ അത് മോശമല്ലേ എന്ന് പറഞ്ഞ് ഇൻ്റർവെല്ലിൽ ഞാൻ പതുക്കെ ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ എൻ്റെ സൈക്കിൾ ആരും അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നൂൺ ഷോ എന്ന് പറയുമ്പോൾ എൻ്റെ സൈക്കിൾ മോഷണം പോയ കഥയും ക്ലാസ് കട്ട് ചെയ്ത കഥയാണ് എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത്. നൂൺ ഷോ സരിത സംഗീത തിയേറ്റർ എറണാകുളത്ത്. ഞാൻ പഠിച്ചിരുന്നത് സെന്റ് മേരീസ് സ്കൂളിലാണ്. അതിന്റെ നേരെ പുറകിൽ എൻ്റെ സ്കൂള്. അപ്പം ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും ഈ നൂൺ ഷോ വിട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഓണപ്പടത്തിൻ്റെ റിവ്യൂസൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള നടത്തം എപ്പോഴും ഭയങ്കര ക്ലിയർ മെമ്മറി ആയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ നൂൺ ഷോ കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ. നൂൺ ഷോ എനിക്കത് തന്നെ സിനിമയുടെ കാര്യങ്ങളല്ലേ പറയാനുള്ളൂ. നമ്മളൊക്കെ നേരത്തെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ നൂൺ ഷോ കണ്ടിട്ട് ആ നൂൺ ഷോയിലല്ലേ കൂടുതൽ അഭിപ്രായങ്ങൾ സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ അത് ഒരു രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയും നൂൺ ഷോ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അന്ന് എടുത്തു പൊക്കിയ ഓർമ്മകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മായാവി, അതെല്ലാം നൂൺ ഷോ കണ്ടിട്ട് വരുന്ന. തിയേറ്ററിൽ ചെന്ന് ആദ്യം മറ്റാര് കാണുന്നതിനേക്കാൾ ആദ്യം നമുക്കൊന്ന് പടം കാണണം. അതിനൊരു പ്രത്യേക സുഖമാണ്. അത് ഇപ്പോഴും ഞാൻ വച്ച് പുലർത്തുന്നു വിത്ത് ഫാമിലി.
ഇനി അടുത്തത് കഴിഞ്ഞില്ലേ? ഇല്ലോ ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. ഒരു മലയാളം വാക്കാണ്. ഇതിന്റെ ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷ് ആണ്, രണ്ടാമത്തത് ഒരു അവയവാണ്, മൂന്നാമത്തത് ഒരു ഹിന്ദി വാക്കാണ്. ഒരു മലയാളം വാക്കാണത്. ആദ്യത്തെ അക്ഷരം മലയാളമാണോ? ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷ് ആണ്, രണ്ടാമത്തത് ഒരു അവയവാണ്, മൂന്നാമത്തത് ഒരു ഹിന്ദി വേർഡ്. 3 അക്ഷരമാണോ? 3 അക്ഷരമാണുള്ളത്. ഒരു സംഭവമാണത്. ആണോ? പറഞ്ഞ എനിക്കറിയാം, ഞാനൊക്കെ ആഗ്രഹിക്കുന്ന കാര്യ. വിവാഹം അതെ, ആഗ്രഹിക്കുന്നു, ഒരുപാട് ആഗ്രഹിക്കുന്നു. എന്താണ് അത്? എനിക്ക് പിടിയിട്ടില്ല, ഒന്ന് വിവരിച്ചു തന്നെ. ഇംഗ്ലീഷ്. ഹം നമ്മൾ. അത് കൊള്ളാം കേട്ടോ. ഹം നമ്മൾ, വിവാഹം. ഇനി ഒന്നും കൂടെ. നമ്മൾ പ്രേമിക്കുന്ന ആളടുത്തും ആശുപത്രിയിൽ കിടക്കുന്ന ആളടുത്തും ചോദിക്കുന്ന ഒരു ചോദ്യം. രണ്ടുപേരത്തും ഒരു ചോദ്യം ചോദിക്കുള്ളൂ. അത് നല്ല ചോദ്യമാണ്. പ്രേമിക്കുന്ന ആളടുത്തും ആശുപത്രിയിൽ കിടക്കുന്ന ആളത്തും ചോദിക്കുന്ന ഒരു ചോദ്യം. വല്ലതും വേണമെന്നാണ്. വേദനിക്കുമെന്നോ? നിങ്ങൾക്ക് ആർക്കും അറിയോ? ആർക്കെങ്കിലും അറിയോ? സുഖാണോന്നോ? പ്രേമിക്കുന്നവരുടെ തരത്തിൽ സുഖാണോന്ന് ചോദിക്കില്ലല്ലോ. അതെന്താ, പ്രേമിച്ചിട്ടുണ്ടോ? അല്ല, ആദ്യം നമ്മളിപ്പം ഞാൻ സുരാജേട്ടൻ അടുത്ത് ഐ ലവ് യു സുരാജേട്ടാ എന്ന് പറയുമ്പോ സുരാജേട്ടൻ ഫസ്റ്റ് എന്താ ചോദിക്കുക? എന്താ ചോദിക്കാണ്? ഭ്രാന്തല്ല. ഒരാളെ പ്രപ്പോസ് ചെയ്യുമ്പോ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം അത് തന്നെയാണ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ചോദിക്കുക. എന്റെ അമ്മ, നീ ഇത്ര മന്ദബുദ്ധിയാണോ? ഇത്രയും വായന എഴുത്തൊക്കെ ഉള്ള ആളല്ലേ? അങ്ങോട്ടൊന്ന് പറഞ്ഞു. എന്തോരം ടി വി ഷോയിൽ ആങ്കർ ഒക്കെ ചെയ്യുന്നു. അങ്ങോട്ട് പറഞ്ഞോട്. ഞാൻ പഠിപ്പിച്ചല്ലേ, പറഞ്ഞു കൊടുത്തേക്ക്. നിങ്ങൾ തല്ലരുത് കേട്ടോ. ഉത്തരം കേട്ട തല്ലി. ആർക്കെങ്കിലും അറിയോ? ഞാൻ പറയട്ടെ, സീരിയസ് ആണോ? സീരിയസ് ഞാൻ ചോദിക്കട്ടെ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളോട് സീരിയസ് ആണോ എന്ന് വെച്ചാൽ അവന് വയ്യെങ്കിലും ആ കാലുകൊണ്ട് ചവിട്ടി കൊന്നതായി. അല്ല, എന്നാലും ചോദിക്കില്ലേ സീരിയസ് ആണോ? സീരിയസ് ആണെന്ന് കിടക്കുന്നിടത്ത് ഇത് ആരാ എഴുതുന്നത്? സാരല്ല, എന്താണെന്ന് നമ്മൾ ചോദിക്കും. സീരിയസ് ആണോ? ശരിക്കും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ എന്റെ ചോദ്യോത്തര പങ്ക്തി അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ലുണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദലറ്റ് ജി മാർട്ട് തിരിച്ചു വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വീണ്ടും തിരിച്ചു വരാം. ദിസ് ഇസ് ലുണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദലറ്റ് ജി മാർട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ജമുന പ്യാരി എന്ന സിനിമ ഒരു നല്ല സിനിമ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചതിന് അതിനവസരം ഒരുക്കുന്ന ഫ്ലവേഴ്സ് ചാനലിനും ഈ കോമഡി സൂപ്പർ നൈറ്റ് പ്രോഗ്രാമിനും എൻ്റെ സുഹൃത്തായ സുരാജിനും ദേവികയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ജമുന പ്യാരി ടീമിനും ഞങ്ങളുടെ അടുത്ത് ഇവിടെ വന്നിട്ട് ഇത്രയും നേരം നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചതിനും ഒരുപാട് സന്തോഷം. ഈ ടീം ഇനിയും പുതിയ സിനിമകളിലൂടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് വേറെ കാര്യം അറിഞ്ഞത്, ദേവിക എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. ഉണ്ടായിരുന്നു. ദേവിക ഏത് പടമായിരുന്നു? ഞാൻ പറയട്ടെ, ഈ സ്നേഹതീരത്ത് എന്റെ ആദ്യത്തെ സിനിമയാണ്. ഈ സ്നേഹതീരത്ത് എന്ന് പറഞ്ഞ സിനിമ ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സിനിമയാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. അതിൽ എന്റെ റോൾ എന്ന് പറയുന്നത് നെടുമിടി വേണു സാറ് മരിച്ചു കിടക്കുകയാണ്. അതില് ഞങ്ങള് കുറച്ചുപേര് ഇങ്ങനെ കരയാൻ നിൽക്കും. അതില് ഫസ്റ്റ് നിന്ന കുട്ടി ഞാനാണ് കരയാൻ വേണ്ടിട്ട്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെന്ന് ഒരു ഫോട്ടോ, അപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എടുത്തോളൂ, ആൾക്ക് നല്ല പനിയാണ്, തീരെ വയ്യ, എന്നാലും അദ്ദേഹം പറഞ്ഞു എടുത്തോളൂ പറഞ്ഞു. പക്ഷെ എനിക്കായിരുന്നു ഏറ്റവും ചേട്ടാ, ഞാൻ കരഞ്ഞു വന്നതാണ്, എനിക്ക് തല വേദനിച്ചിട്ട് പോയി, എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരാൾക്ക് വയ്യാതെ പനിയായിട്ട് വന്നിട്ട് ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാത്ത പോയാ അതാണ് ജാട. ഞാൻ എടുത്തു കേട്ടോ, അവസാനം ഞാൻ പിന്നാലെ നിന്ന് എടുത്തു, റൂമിൽ ചെന്ന് ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിച്ചു. ഇപ്പോഴും ഒരു ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുകയും ചെയ്തത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിന്. ലുണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദലറ്റ് ജി മാർട്ട് തിരിച്ചു വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വീണ്ടും തിരിച്ചു വരാം. ദിസ് ഇസ് ലുണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദലറ്റ് ജി മാർട്ട്. അടുത്ത സിനിമ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജമ്മ യാഹു എന്ന സിനിമയാണ്. രഘുരാമവർമ്മ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് വെഞ്ചറാണ്. സിന്ധുരാജ് സ്ക്രിപ്റ്റ് ചെയ്യുന്നു.
കോഴിക്കോടാണ് ലൊക്കേഷൻ. കോഴിക്കോട് നേരെ ഇനി കോഴിക്കോടത്തേക്കാണ് പോകുന്നത്. കോഴിക്കോടേക്കാണ് പോകുന്നത്. അവിടെ ശരിക്കും അവിടുത്തെ ആൾക്കാരുടെ സിനിമയോടുള്ള ഒരു പാഷൻ ഭയങ്കര രസമാണ്. ഇപ്പം ഞങ്ങൾ മിഠായി തെരുവിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അപ്പോൾ ആൾക്കാരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, തള്ളി മാറ്റുന്നു, നമ്മുടെ ആൾക്കാരൊക്കെ പിടിച്ചു മാറ്റുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു, നിങ്ങൾ തള്ളി മാറ്റിക്കോ, നിങ്ങൾ തെറി പറഞ്ഞോ, പക്ഷെ അത് കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ സിനിമയോട് പാഷനുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. കോഴിക്കോട് നല്ല മനുഷ്യസ്നേഹികളുണ്ട്, ഒരുപാട് കലാസ്വാദകരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷമുണ്ട്. ചാക്കോച്ചനും അതുപോലെ തന്നെ നമ്മുടെ മുത്തുമണിയും ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ ഇന്നത്തെ ചിരിക്കാഴ്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ബൈ. നിൻപദങ്ങളിൽ നൃത്തമാടിടും സ്വപ്നജാലം. ഈ പടിക്കെട്ടിൽ വെച്ചാ മാത്തുക്കുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ അമ്മാന്ന് വിളിക്കട്ടെ, അമ്മമ്മന്ന് വിളിക്കട്ടെ? സുബു, എന്താ അച്ഛന് ജോലിയെന്ന്? ഞാൻ പറഞ്ഞു ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടറാ? എവിടത്തെ? കാസർഗോഡത്തെ. മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ? രാവിന്റെ രോമാഞ്ചം.